ഇന്ന് നമ്മുടെ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ് ആണ്. പക്ഷേ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്ലാസ് ആണ് ഇന്ന്. അപ്പോൾ ഇന്ന് നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക. നമ്മൾ പ്രിപ്പോസിഷൻ എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ? പ്രിപ്പോസിഷൻ എന്ന് പറയുന്നത് ഇന്നോൺ, ആറ്റ്, അതങ്ങനെയുണ്ട്. അതേപോലെ എബോവ്, ബിലോ, അങ്ങനെ കുറേ ഉണ്ട്. അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട്. നെക്സ്റ്റ്, നിയർ, ഇങ്ങനെയൊക്കെ. അപ്പോൾ അതൊക്കെ നമ്മൾ പഠിച്ചതാണ്. ഞാൻ എടുത്ത പ്രിപ്പോസിഷൻ്റെ ക്ലാസ് നിങ്ങൾക്ക് ഇവിടെ തരാം. നിങ്ങൾ ആ ലിങ്ക് ഒന്ന് ക്ലിക്ക് ചെയ്ത് പഠിക്കുക. അതിൻ്റെ കൂടെ തന്നെ ഞാൻ ഈ ക്ലാസ്സുകളും ഇടുന്നതാണ്. ആ പ്ലേലിസ്റ്റിൽ തന്നെ നിങ്ങൾ അതും പഠിക്കണം. ഇതും അപ്പോൾ പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്ത് പഠിക്കാം. ഇവിടെ നമ്മൾ പഠിക്കണത് ചില വാക്കുകൾ കഴിഞ്ഞാൽ ഈ ഒരു പ്രിപ്പോസിഷൻ മാത്രമേ ഉപയോഗിക്കാവുള്ളൂ എന്നുണ്ട്. അപ്പൊ അത് നമ്മൾ പഠിച്ചു വെക്കണം. കാണാതെ തന്നെ വേണമെങ്കിൽ പഠിച്ചു വെക്കണം. അത് എല്ലാം ഒന്നും എനിക്ക് പറഞ്ഞു തരാൻ പറ്റത്തില്ല. എങ്കിലും ഞാൻ കുറേ നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്ന കുറേ നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞു തരാം. നിങ്ങളത് കേൾക്കുക. നിങ്ങളുടെ ബുക്കിൽ സെന്റൻസ് മുഴുവനും ഒന്നും എഴുതണ്ട. ഈ ഒരു വാക്ക് കഴിഞ്ഞാൽ, ഈ ഒരു അഡ്ജക്റ്റീവ് കഴിഞ്ഞാൽ ഈ ഒരു പ്രിപ്പോസിഷൻ ആണ്. ഇത് നിങ്ങൾ കാണാതെ തന്നെ പഠിക്കണം. അത് എത്രമാത്രം പോസിബിൾ ആണെന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ കുറേയൊക്കെ നമ്മുടെ വായന വഴിയും നമ്മുടെ ഒബ്സർവേഷൻ വഴിയും ഒക്കെ നമുക്ക് നേടിയെടുക്കാൻ പറ്റുന്നൊരു കാര്യമാണ്. അപ്പോൾ അത് ഞാൻ ഇപ്പോൾ പറയുന്ന വാക്കുകൾ നിങ്ങളുടെ ബുക്കിൽ എഴുതി വെക്കുക. എന്നിട്ട് സംസാരിക്കുമ്പോൾ ആ ഒരു പ്രിപ്പോസിഷൻ അവിടെ ആഡ് ചെയ്ത് തന്നെ പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. അത്രയ്ക്കധികം വളരെയധികം പ്രാധാന്യമുള്ള ഒരു ടോപ്പിക്കാണ് ഇന്ന് കേട്ടോ. ഷീ ഈസ് ഗുഡ് ഡാൻസ് എന്നാണ് ഞാനിവിടെ എഴുതിയേക്കുന്നത്. അവള് ഡാൻസിൽ മിടുക്കിയാണ്. അപ്പൊ ഗുഡ് ആണ് ഇവിടെ. പക്ഷെ ഇവിടെ നമുക്ക് കൊടുക്കേണ്ടത് എന്ത് പ്രിപ്പോസിഷനാണ്? നമ്മൾ സ്വാഭാവികമായി ചിന്തിക്കും ഷീ ഈസ് ഗുഡ് ഫോർ ഡാൻസ് എന്നൊക്കെയായിരിക്കും നിങ്ങളുടെ മനസ്സിൽ വന്നത് അല്ലെ? അല്ല, ഷീ ഈസ് ഗുഡ് അറ്റ് ഡാൻസ് എന്ന് ഇതേ പറ്റുള്ളൂ. അപ്പൊ ഈ ഒരു ഭാവം ഒന്നും നിങ്ങൾ ഓർക്കേണ്ട കാര്യമില്ല. ഗുഡ് എന്ന് കണ്ടാൽ അതിൻ്റെ അപ്പുറത്ത് നിങ്ങൾ അറ്റെന്ന് പറയണം. അതായത് ഒരാൾക്കുള്ള കഴിവിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഗുഡ് കഴിഞ്ഞാൽ നമ്മൾ അറ്റാണ് ഉപയോഗിക്കുന്നത്. കാരണം വേറൊരു രീതിയിൽ നമുക്ക് ഗുഡ് ഉപയോഗിക്കാൻ പറ്റും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഒരാൾക്കുള്ള കഴിവിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നതെങ്കിൽ ഗുഡ് കഴിഞ്ഞാൽ നമ്മൾ അറ്റ് മാത്രമേ ഉപയോഗിക്കൂ. ഇത് കാണാതെ പഠിക്കണം. അതേപോലെ ഷീ ഈസ് ടാലന്റഡ് ഡാൻസ്. ടാലന്റഡ് ആണ് ഡാൻസിൽ. അപ്പൊ ഇതൊരു കഴിവാണ് അല്ലെ? അപ്പൊ കഴിവാണ്, അതുകൊണ്ട് നമുക്കിവിടെ അറ്റ് മാത്രമേ പറ്റുള്ളൂ. അപ്പൊ നിങ്ങൾ ഇത് നിങ്ങളുടെ ബുക്കിൽ എഴുതി വെച്ചാൽ മതി. ടാലന്റഡ് അറ്റ്. നിങ്ങൾക്ക് എവിടെയെങ്കിലും ടാലന്റഡ് എന്ന് ഉപയോഗിക്കേണ്ടി വന്നാൽ അത് കഴിഞ്ഞിട്ട് അറ്റ് പറയുക. ഷീ ഈസ് അഫ്രൈഡ് ഡാഷ് സ്പൈഡർ. സ്പൈഡറിനെ അവൾക്ക് പേടിയാണ്. അഫ്രൈഡ് കഴിഞ്ഞാൽ നമുക്ക് വേണ്ടത് ഷീ ഈസ് അഫ്രൈഡ് ഓഫ് ആണ്. ഇത് നിങ്ങൾ ഇങ്ങനെ എഴുതി വെക്കുക, അഫ്രൈഡ് ഓഫ്. ബാക്കിയുള്ള സെന്റൻസുകളൊക്കെ നിങ്ങൾ എഴുതി നിങ്ങളുടെ ഐഡിയയ്ക്ക് ആക്കി വെക്കുക. അഫ്രൈഡ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് വേണ്ടത് ഓഫ് ആണ്. അതാണ് നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടത്. ഐ ആം ടയേർഡ് വെയിറ്റിംഗ് ഫോർ ദ ബസ്. ഐ ആം ടയേർഡ് എന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ ടയേർഡ് കഴിഞ്ഞിട്ട് വേണ്ട പ്രിപ്പോസിഷൻ എന്താണ്? ഓഫ് ആണ് വേണ്ടത്. അതും ഇങ്ങനെ എഴുതി വെക്കുക, ടയേർഡ് ഓഫ്. ഷീ ഈസ് ടെറിബിൾ കുക്കിംഗ്. അവക്ക് കഴിവാണ്, ഭയങ്കര കഴിവാണ്. എന്ത്? അപ്പൊ കഴിവാണ്. ടെറിബിൾ നമ്മൾ ഇവിടെ ഉപയോഗിച്ചത് എന്തിനാണ്? കഴിവിനാണ്. അപ്പൊ നമ്മൾ എന്തിനാണ് ഇവിടെ എന്താണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്? അറ്റാണ്. ടെറിബിൾ എന്ന വാക്ക് നിങ്ങൾ എവിടെയെങ്കിലും ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അത് കഴിഞ്ഞാലുടൻ അറ്റ് ഉപയോഗിക്കുക. ഹി ഈസ് ഇൻട്രസ്റ്റഡ്. ഇൻട്രസ്റ്റഡ് ആണ്. എന്തിന്? ഇംഗ്ലീഷ് പഠിക്കാൻ അവൾക്ക് ഇൻട്രസ്റ്റ് ആണ്. അപ്പൊ ഇൻട്രസ്റ്റ് കഴിഞ്ഞാൽ നമുക്ക് ഉപയോഗിക്കേണ്ട ഈ ഒരു അഡ്ജക്റ്റീവ് കഴിഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കേണ്ട പ്രിപ്പോസിഷൻ എന്താണ്? ഇത് ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയാം. എന്താണ്? ഇന്നാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. അപ്പൊ ഇങ്ങനെ എഴുതി വെക്കുക, ഇൻട്രസ്റ്റഡ് ഇൻ. ദ സിറ്റി ഈസ് ഫേമസ് ഇറ്റ്സ് മ്യൂസിയം. അപ്പൊ ഫേമസ് എന്ന അഡ്ജക്റ്റീവ് കഴിഞ്ഞാൽ നമുക്ക് ഉപയോഗിക്കേണ്ടത് എന്താണ്? ഫേമസ് ഫോർ. ഫേമസ് ഫോർ. വേറെ ഒന്നും നമ്മൾ പ്രിപ്പോസിഷൻ ആയിട്ട് കൊടുക്കരുത്. ഹീസ് എക്സലന്റ് ആണ്. പ്രോബ്ലം സോൾവ് ചെയ്യാൻ അവള് എക്സലന്റ് അറ്റ്. ഇത്രയും വാക്കുകൾ നിങ്ങൾക്ക് കിട്ടിയല്ലോ. അപ്പൊ എന്തായി? എക്സലന്റ് അറ്റ് നിങ്ങളുടെ ബുക്കിൽ എഴുതുക. ഫേമസ് ഫോർ, ഇൻട്രസ്റ്റഡ് ഇൻ, ടെറിബിൾ അറ്റ്, ടയേർഡ് ഓഫ്, അഫ്രൈഡ് ഓഫ്, ടാലന്റഡ് അറ്റ്, ഗുഡ് അറ്റ്. ക്ലിയർ ആയല്ലോ?
സെന്റൻസുകൾ നിങ്ങൾക്ക് അനുസരിച്ച് എഴുതാം. പക്ഷേ ഇതൊക്കെ വന്നാൽ ഈ വാക്കുകൾ ഇതെന്താ അഡ്ജക്റ്റീവുകളാണ് ഇതെല്ലാം അല്ലെ. ഇനി അഡ്ജക്റ്റീവ് എന്താണെന്ന് അറിയില്ലെങ്കിൽ നമ്മുടെ ആദ്യത്തെ ക്ലാസ്സുകൾ കേൾക്കണം. അതാണ് അഡ്ജക്റ്റീവ്. ഈ അഡ്ജക്റ്റീവുകളാണ് നമുക്ക് വരുന്നതെങ്കിൽ ഇതിന്റെ കൂടെ ഇത് മാത്രമേ ഉപയോഗിക്കാവുള്ളൂ. അഫ്രൈഡ് ഓഫ്, അതായത് അഫ്രൈഡ് ബൈ എന്നോ അല്ലെങ്കിൽ അഫ്രൈഡ് ഫോർ എന്നോ ഒന്നുമല്ല, അഫ്രൈഡ് ഓഫ്. ടയേർഡ് ഓഫ് ഇത് കാണാതെ തന്നെ പഠിക്കുക. എൻ്റെ ഒപ്പം നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുക. ടെറിബിൾ അറ്റ്, ഇൻട്രസ്റ്റഡ് ഇൻ, ഫേമസ് ഫോർ, എക്സലന്റ് അറ്റ്. അപ്പൊ ഇനി ഇങ്ങനെ കുറെ ഈ സെന്റൻസുകൾ ഇല്ലാതെ ഞാൻ ഇവിടെ എഴുതാം. നമുക്ക് ഒന്നിച്ച് 2-3 വട്ടം പറയാം. അന്നേരം നമ്മളത് കാണാതെ അങ്ങോട്ട് പഠിക്കും. അപ്പൊ ഞാൻ ഇവിടെ എഴുതിയിട്ടിരിക്കുന്നത് നോക്കൂ. ഞാനിവിടെ ഇപ്പൊ സെന്റൻസുകൾ തന്നിട്ടില്ല. സെന്റൻസുകൾ നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാം. നിങ്ങൾ പഠിക്കേണ്ടത് ഈ ഒരു അഡ്ജക്റ്റീവ് ഒക്കെ വന്നാൽ ഈ ഒരു പ്രിപ്പോസിഷൻ മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ എന്നാണ് നിങ്ങൾ പഠിക്കേണ്ടത്. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കുക. ഗുഡ് എന്ന അഡ്ജക്റ്റീവ് നമ്മൾ ഉപയോഗിച്ചാൽ നമുക്ക് വേണ്ടത് അറ്റാണ്. നിങ്ങൾ എൻ്റെ ഒപ്പം ബുക്കിൽ എഴുതി പൊക്കോളുക. ഗുഡ് ഉപയോഗിച്ചു കഴിഞ്ഞാൽ നമുക്ക് വേണ്ടത് അറ്റാണ്. ഇൻട്രസ്റ്റഡ് ഇൻ, interested in, afraid of, famous for. Good at, interested in, afraid of, famous for, proud of. Proud with ഒന്നുമല്ല, proud of, tired of, aware of. Proud of, tired of, aware of. Excellent at, terrible at, interested in, experienced in, experienced in. ഇവിടെ ഞാൻ ഗുഡ് ഫോർ ചെയ്തിട്ടുണ്ട്. എന്താണെന്ന് ഞാൻ ലാസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്തു തരാം കേട്ടോ. അപ്പോൾ എന്താണ് ഗുഡ് ആറ്റ്? ഞാൻ എഗൈൻ പറയുന്ന ഇപ്പൊ തന്നെ നിങ്ങളിത് പഠിക്കണം. അതല്ലെങ്കിൽ എന്താണോ നിങ്ങളിത് ബുക്കിൽ എഴുതി വെച്ച് അടച്ചു വെച്ചിട്ട് പോകും. അപ്പൊ നിങ്ങൾ സ്പീക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് തെറ്റിപ്പോകും സെന്റൻസ്. ഗുഡ് ആറ്റ്, ഇൻട്രസ്റ്റഡ് ഇൻ, അഫ്രൈഡ് ഓഫ്, ഫേമസ് ഫോർ, പ്രൗഡ് ഓഫ്, ടയേർഡ് ഓഫ്, അവെയർ ഓഫ്, എക്സലന്റ് ആറ്റ്, ടെറിബിൾ ആറ്റ്, ഇൻട്രസ്റ്റഡ് in, experienced in, rich in, dependent on, angry with. ഈ ഡിപ്പെൻഡന്റ് എല്ലാവർക്കും അറിയാം ഓൺ ആണെന്ന്. angry with, bored with, suitable for. Again, rich in, dependent on, angry with, bored with, suitable for, responsible for, known for. അപ്പൊ എന്താണ് known for, responsible for, suitable for. Close to, kind to, addicted to. Close to, kind to, addicted to. Impressed by, shocked by. Impressed by, shocked by. ഞാൻ പറഞ്ഞു ഗുഡ് കഴിഞ്ഞാൽ നമ്മൾ അറ്റാണ് ഉപയോഗിക്കേണ്ടത്. അതെന്തിനാണെന്നോ, നമുക്ക് ഒരാൾക്ക് ഉള്ള കഴിവിനെ പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഗുഡ് ഉപയോഗിക്കുന്നതെങ്കിൽ നമ്മൾ അവിടെ അറ്റാണ് ഉപയോഗിക്കേണ്ടത്. പക്ഷെ ചില സാഹചര്യത്തിൽ ഗുഡിന്റെ കൂടെ നമ്മൾ ഫോറും ഉപയോഗിക്കും. ഒരു കാര്യം മറ്റൊരു കാര്യത്തിന് ഉപകാരമാണ്. ഇപ്പൊ നമ്മൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എക്സസൈസ് ഈസ് ഗുഡ് ഫോർ ഹെൽത്ത്. എക്സസൈസ് ഈസ് ഗുഡ് അറ്റ് ഹെൽത്ത് എന്നല്ല, എക്സസൈസ് ഈസ് ഗുഡ് ഫോർ എക്സസൈസ് ഹെൽത്തിന് നല്ലതാണ്. അപ്പോൾ എക്സസൈസ് എൻ്റെ ഹെൽത്തിന് ഉപകാരപ്പെടുന്നതാണ്. അതുകൊണ്ടാണ് നമ്മൾ ഗുഡ് ഫോർ ഉപയോഗിച്ചത്. ഒരാളുടെ കഴിവ് ഗുഡാണെന്ന് പറയാനാണ് നമ്മൾ അറ്റ് ഉപയോഗിക്കുന്നത്. ക്ലിയർ ആയല്ലോ? അപ്പോൾ ഇത് നിങ്ങൾ കാണാതെ തന്നെ പഠിക്കണം കേട്ടോ. ഇത് എത്ര കാണാതെ പഠിക്കാൻ പറ്റും എന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ നിങ്ങൾ ഇത് കുറേ വട്ടം നിങ്ങൾ ഇപ്പം തന്നെ ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുമോ, എന്നിട്ട് നിങ്ങൾ ഇതിങ്ങനെ കേട്ടുകൊണ്ടിരിക്കണം. അപ്പൊ ഒന്നുകൂടെ പറയാം. ഗുഡ് ആറ്റ്, ഇൻട്രസ്റ്റഡ് ഇൻ, അഫ്രൈഡ് ഓഫ്, ഫേമസ് ഫോർ, proud of, tired of, aware of, excellent at, terrible at, interested in, experienced in, good for, rich in, dependent on, angry with, bored with, suitable for, responsible for, known for, close to, kind to, addicted to, impressed by, shocked by.
ഇനി വേർബിന്റെ കൂടെ ചില വേർബിന്റെ കൂടി ഈ പ്രിപ്പോസിഷനെ വരാവുള്ളൂ എന്നുമുണ്ട്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. അപ്പൊ നിങ്ങൾ അടുത്ത ക്ലാസ് വരുമ്പോഴത്തേക്കും ഇതിന്റെ ഒരു ഏകദേശം ഐഡിയ നിങ്ങൾ ആക്കി വെക്കണം. എന്നിട്ട് വേണം നിങ്ങൾ സംസാരിക്കാൻ. അങ്ങനെയാകുമ്പോൾ നിങ്ങളുടെ സംസാരം തെറ്റില്ല. അല്ലാതെ നിങ്ങളിപ്പോൾ സ്യൂട്ടബിൾ വിത്ത് അല്ലെങ്കിൽ റെസ്പോൺസിബിൾ ഓഫ് എന്നൊക്കെ പറയുമ്പോൾ എന്താണെന്നോ അത് ശരിയാവില്ല. അപ്പൊ ഇതങ്ങോട്ട് കുറേയൊക്കെ നമ്മളിങ്ങനെ കുറേ വട്ടം നിങ്ങൾ ഇത് തന്നെ ഇങ്ങനെ ചെവിയിൽ വെച്ച് കേട്ടോണ്ടിരിക്കുക. അപ്പൊ ഇത് തന്നെ നിങ്ങളുടെ മനസ്സിലോട്ട് തന്നെ പതിയൂട്ടോ. അപ്പൊ നിങ്ങളതിങ്ങനെ കേട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അപ്പൊ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടെന്ന് വിചാരിക്കുകയാണ്. ഇതെല്ലാം കേട്ടിട്ട് നിങ്ങൾക്ക് ഗ്രാമറൊക്കെ ഇപ്പൊ നന്നായിട്ട് അറിയാം എന്നൊക്കെ ചിന്തിക്കുന്നവരുണ്ട്, എനിക്ക് സംസാരിച്ചു പഠിക്കണം എന്ന് ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ എൻ്റെ നമ്പർ നിങ്ങൾക്ക് തരുന്നുണ്ട്. നിങ്ങൾക്ക് പേഴ്സണൽ ക്ലാസ്സുകളുണ്ട്, സംസാരിച്ചു തന്നെ പഠിക്കാം കേട്ടോ. പേഴ്സണൽ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ലഭ്യമാണ്. അതുപോലെ തന്നെ നമ്മൾ മാർച്ച് 1-ാം തീയതി മുതൽ CBSE ഇപ്പം വന്നിരിക്കുന്ന 10ാം ക്ലാസ്സിലോട്ട് ഈ അധ്യയന വർഷത്തിൽ 10ലോട്ട് കയറുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ട്യൂഷൻ ക്ലാസ്സുകൾ നമ്മൾ തുടങ്ങിയിരിക്കുകയാണ്. അതിൻ്റെ അഡ്മിഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. മാർച്ച് 1-നാണ് തുടങ്ങുന്നത്. നിങ്ങളുടെ കുട്ടിയെ തുടക്കത്തിൽ തന്നെ ഒരു ട്യൂഷൻ ടീച്ചറിന്റെ സഹായത്തോടു കൂടി പഠിപ്പിക്കുകയാണെങ്കിൽ പിന്നീട് നിങ്ങൾ വിഷമിക്കേണ്ടി വരില്ല. അതുകൊണ്ട് എൻ്റെ നമ്പർ തന്നിട്ടുണ്ട്, നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ എല്ലാവിധ ആശംസകളും പരീക്ഷ എഴുതാൻ പോകുന്ന കുട്ടികൾക്കും അവരുടെ പേരൻസിനും നേരുകയാണ്. നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണാം.